Kerala and Karnataka, the glow of purity. ടാർഗറ്റിനേക്കാളും കൂടുതലാണ് മിക്ക റൂട്ടുകളിലെയും കളക്ഷൻ. മംഗലാപുരം കാഞ്ഞങ്ങാട് സെക്ടറുകളിലൊക്കെ ടാർഗറ്റിനേക്കാളും 40% വരെ കൂടുതൽ കളക്ഷൻ ഉണ്ടായ ഞങ്ങൾ DTOയ്ക്കും ചീഫ് ഓഫീസ് മുഖേന MD തലത്തിലുമെല്ലാം കാസർഗോഡിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇവിടുത്തെ ബസ്സും തൊഴിലാളികളുടെ ഷോർട്ടേജ് കണക്കിലെടുത്തുകൊണ്ടും നിലവിലുള്ള സ്ഥിതി തുടരാനാണ് യൂണിറ്റ് തലത്തിൽ എല്ലാ യൂണിയനുകളും ചേർന്ന് തീരുമാനമെടുത്തത്. അതിന് ഘടകവിരുദ്ധമായി ഇവിടുത്തെ ഭരണപക്ഷ യൂണിയൻ അവരുടെ പോലും മെമ്പർമാരോട് പോലും ആലോചിക്കാതെ ഏകപക്ഷീയമായി ചീഫ് ഓഫീസിൽ ഇവിടെ ഒരു 10ഓളം സിംഗിൾ ഡ്യൂട്ടികൾ മൗനാചരണമായിരിക്കും വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് TDF സംസ്ഥാന തലത്തിൽ തന്നെ നിരവധി സമരമുഖത്ത് LDF സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ നടത്തിക്കൊണ്ടും ഇരിക്കുന്ന സമരം ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തി നാമമാത്രമായ 1-2 മാസം ശമ്പളം തന്ന് ദ്രോഹിക്കാനുള്ള നടപടി തുടങ്ങി. ഇത് ഇപ്പോൾ സിംഗിൾ ഡ്യൂട്ടി എന്ന ഓമനം പേരിട്ടുകൊണ്ട് തൊഴിലാളി ദ്രോഹത്തിന്റെ അതിന്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ആദ്യം സുശീൽ ഖന്ന റിപ്പോർട്ട് എന്ന ഒരു ബംഗാളി ഇതിനെ പഠിക്കാൻ വന്ന നിയമം കയ്യിലെടുത്തുകൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചെങ്കിലും TDF സംസ്ഥാന തലത്തിൽ തന്നെ അതിനതിശക്തമായി നേരിട്ടുകൊണ്ട് ചില ചർച്ചകൾ ചെയ്തു. യാതൊരു കാരണവശാലും ലോകത്ത് ഒരിടത്തുമില്ലാത്ത 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി തൊഴിലാളികളെ അവരുടെ ഡിപ്പോകളിൽ കെട്ടിയിട്ട് ആഴ്ചയിൽ 6 ദിവസം ഡ്യൂട്ടി 1 ദിവസം ഓഫ് എന്ന ഒരു സിദ്ധാന്തം കണ്ടുപിടിച്ച് അത് നടപ്പിലാക്കാൻ ശ്രമിച്ചെങ്കിലും അതിനെ TDF ചെറുത്തു തോൽപ്പിച്ചു. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് 8 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി എന്നത്. ഈ 8 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി ഇവര് സംസ്ഥാന തലത്തിൽ മാനേജ്മെന്റ്
ചർച്ച ചെയ്തു. അതുകൂടാതെ ഇവിടെ 3000-നടുത്ത് വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കാർഡ് വിതരണം ചെയ്യുന്നുണ്ട്. ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ യാത്രാക്ലേശം രൂക്ഷമാവുകയും അത് ഈ കാസർഗോഡ് ഡിപ്പോന്റെ ഒരു പ്രത്യേക അവസ്ഥ പറഞ്ഞാൽ ഇവിടുത്തുകാരല്ല കൂടുതൽ തൊഴിലാളികൾ പുറത്ത് നിന്നുകൊണ്ട്, അതായത് കണ്ണൂർ കോഴിക്കോട് ഭാഗത്ത് നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് ഇവിടെ കൂടുതൽ. അവരെ നാട് കാണാതെ, വീട് കാണാതെ, കുടുംബങ്ങളെ കാണാതെ ഇവിടെ തന്നെ തളച്ചു കണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് ആ അവസ്ഥ കണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട ATO കണ്ട് പല പ്രാവശ്യം കത്ത് കൊടുത്തു. അതുപോലെ യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജു ജോൺ, അതുപോലെ ശ്രീ കാർത്തികേയൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, DK ശംസുദ്ദീൻ സംസ്ഥാന സെക്രട്ടറി. ഇവര് 1 മണിക്കൂർ 35 മിനിറ്റാണ്. ആ സമയത്ത് ഇവർക്ക് ഈ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് രാവിലെ 6 മണിക്ക് പോകുന്നൊരു മംഗലാപുരം സർവീസ് തുടങ്ങിയാൽ രാവിലെ ആണെങ്കിൽ ചിലപ്പോൾ ട്രാഫിക് ബ്ലോക്കെല്ലാം ഇല്ലാത്തൊരു സമയമാണെങ്കിൽ 1 മണിക്കൂർ 35 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ എത്തിച്ചേരും. എന്നാൽ 10 മണി കഴിഞ്ഞാൽ ഇവിടെ 2 മണിക്കൂറും 2.5 മണിക്കൂറും 3 മണിക്കൂറും ബ്ലോക്കിൽ കൂടിയാണ് ഇവിടെ ജീവനക്കാർ തിരിച്ചെത്തുന്നത്. 4 ട്രിപ്പ് അടിക്കണം. 4 ട്രിപ്പ് അടിക്കുമ്പോൾ 424 കിലോമീറ്ററാണ് ഇവർ പറയുന്നത്. എന്നാൽ രേഖാമൂലം 424എങ്കിലും യഥാർത്ഥത്തിൽ 450 460 കിലോമീറ്റർ 2 3 ബസ് സ്റ്റാൻഡുകൾ താണ്ടി ബസ് സ്റ്റോപ്പിൽ നിർത്തി എത്തുമ്പോൾ 440 450 കിലോമീറ്റർ ഓടിയെത്തി ജീവനക്കാർ തളർന്നു. അവസാനം 9 10 മണിയായി 3 ട്രിപ്പ് അടിച്ച് ഇവിടെ എത്തുമ്പോൾ വീണ്ടും കിട്ടൂരം ഇവർ പറയുന്നു 4ാമത്തെ ട്രിപ്പ് അടിക്കണം. ആളില്ലയോ അത് നിങ്ങൾ നോക്കണ്ട, കിലോമീറ്റർ ഒപ്പിച്ചെങ്കിലും മതി എന്നുള്ള ഇവരെ ഇതാണ്. ഇവിടെ ഇരിക്കുന്നവർ പറയുന്നത് ഇങ്ങനെ പറഞ്ഞു, ജീവനക്കാർ എന്ത് ചെയ്യണം? 3 അടിച്ചാൽ 1.5 ഡ്യൂട്ടി, 4 അടിച്ചാൽ 2 ഡ്യൂട്ടി. ഇങ്ങനത്തെ ഒരു കാടൻ വ്യവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇന്നൊരു ധർണ ഇവിടെ സത്യാഗ്രഹം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഒന്നിച്ച് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലും അവരുടെയൊക്കെ പ്രതിനിധികളായിട്ടാണ് ഇന്ന് ഇത്രയും ആളുകൾ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഇത് കേവലം INTUC മാത്രം ഒരു വിഷയമല്ല. ഇത് കേവലം കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ മാത്രം നേരിടുന്ന ഒരു വിഷയമല്ല. കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾ, ജനങ്ങൾ അഭിമുഖീകരിക്കുന്നതും അതുപോലെ തന്നെ KSRTCയുടെ മുഴുവൻ ജീവനക്കാരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചു, പുതിയ ആ ചർച്ചകൾക്കകത്തൊക്കെ കൃത്യമായി INTUCയുടെ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ നമ്മുടെ നിലപാടുകളൊക്കെ കൃത്യമായി ഈ സംവിധാനം നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഈ സംവിധാനത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത രീതിയിൽ ജീവനക്കാരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഷെഡ്യൂൾ പരിഷ്കരണത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുമ്പോഴും അതൊന്നും പരിഗണിക്കാതെയാണ് പുതിയ ഷെഡ്യൂൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് എന്നാണ് പ്രിയപ്പെട്ട ഇതിന്റെ സംഘാടകർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ഷെഡ്യൂൾ പരിഷ്കരണം കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ ജീവനക്കാരുടെ ഏറ്റവും ശ്രദ്ധയോടുകൂടി ജോലി ചെയ്യേണ്ട ആളുകൾ, ഒരുപാട് എത്തേണ്ടടുത്ത് എത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ആ ജീവനക്കാർക്ക്, ആ ഡ്രൈവർമാർക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ മാനസിക സംഘർഷങ്ങളില്ലാതെ, മാനസിക പ്രയാസങ്ങളില്ലാതെ ജോലി ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമാണ്. അത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. കാരണം ഒരു സ്റ്റോപ്പിൽ നിന്നും ഒരു യാത്രക്കാരൻ കയറിയാൽ ഏറ്റവും സംരക്ഷണം കൊടുത്ത് ഒരു അപകടവും കൂടാതെ അവരെ ലക്ഷ്യത്തിനെത്തിക്കാൻ അവർക്ക് യാതൊരു മാനസിക പ്രയാസങ്ങളും ഇല്ലാത്ത രീതിയിൽ ജോലി ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അവിടെയാണ് നേരത്തെ ഉണ്ടായിരുന്ന ഡബിൾ ഡ്യൂട്ടി ഒക്കെ മാറ്റി ആ സമയത്തിനനുസരിച്ചുള്ള ഡ്യൂട്ടി സംവിധാനം മാറ്റി ഇപ്പോ കുറെ കാലഘട്ടമായി അവർ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ 8 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് കഴിഞ്ഞ കാലമായി അവർ നടത്താൻ ശ്രമിക്കുമ്പോഴും അതിനെല്ലാം എതിരെ ശക്തമായ നിലപാട് എക്കാലത്തും INTUC എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ CITയുടെ നേതൃത്വത്തിൽ ആളുകൾ പറഞ്ഞത് പ്രകാരം 9 മണിക്കൂർ എന്നുള്ള പുതിയ ഷെഡ്യൂൾ ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇവിടെ സൂചിപ്പിച്ചു, കേരളത്തിലെ ഏറ്റവും വരുമാനം കൂടിയ ഒരു ഡിപ്പോ എന്ന നിലയിൽ കാസർഗോഡ് ഡിപ്പോ. നമുക്കറിയാം, കാസർഗോഡ് കാഞ്ഞങ്ങാട് ദേശസാൽകൃത റൂട്ട്. ആ റൂട്ടിനകത്ത് ഒരുപാട് യാത്രക്കാർക്ക് എത്ര ഷെഡ്യൂളും യാത്ര ട്രിപ്പ് ഉണ്ടാക്കിയാൽ പോലും ഒരു തരത്തിലും നഷ്ടം വരാത്ത ഒരു റൂട്ടാണ് കാഞ്ഞങ്ങാട് കാസർഗോഡ് റൂട്ട്. നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ചെലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനകത്ത് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ഇതിനകത്തുണ്ട്. പക്ഷേ ആ റൂട്ടിൽ പോലും കൃത്യമായി ട്രിപ്പുകളുടെ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ കാസർഗോഡിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അന്തർ സംസ്ഥാന റൂട്ട്, കർണാടക
കർണാടകയുമായി ബന്ധപ്പെട്ട് മംഗലാപുരത്തേക്കുള്ള റൂട്ട് നമുക്ക് ഏറെ വരുമാനം നൽകുന്ന റൂട്ടാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, അതുമായി ബന്ധപ്പെട്ട റണ്ണിംഗ് ടൈമുമായി ബന്ധപ്പെട്ടുള്ള അപാകതകൾ അത് പരിഹരിക്കണം. അത് പരിഹരിച്ച് ജീവനക്കാർക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നിലപാടുകൾ കോർപ്പറേഷൻ അധികൃതർ എടുക്കണമെന്നുള്ള നിലപാട് കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടെ ഉന്നയിക്കുകയാണ്. ഒപ്പം ഈ പറഞ്ഞ കർണാടകയുമായി ബന്ധപ്പെട്ടുള്ള ആ പീക്ക് ടൈമിനകത്ത് നിലവിലുള്ള സമയക്രമത്തിനനുസരിച്ച് ആ സമയക്രമത്തിൽ ആവശ്യമായ കൂടുതൽ പോലും വെട്ടിച്ചുരുക്കുന്ന ഒരു സമീപനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് കർണാടക അവരുടെ മുഴുവൻ ബസ്സുകളും ആ കൃത്യസമയത്തുള്ള ഓടി തീർക്കുമ്പോൾ നമ്മൾ പല റൂട്ടുകളും പല ട്രിപ്പുകളും മുടക്കുന്ന രീതിയിൽ ആ ട്രിപ്പുകൾ കട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അവിടെയും യാത്രാക്ലേശം വലിയ പ്രയാസം ഉണ്ടാവുകയാണ്. അവിടെ കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു മേഖല എന്ന നിലയിൽ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ആ കുറഞ്ഞ സമയത്തിനകത്ത് കൂടുതൽ ബസ്സുകൾ ഓടിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ സർക്കാർ ഒരുക്കേണ്ടത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഒപ്പം ഇവിടെ സൂചിപ്പിച്ചു, 1 മണിക്കൂർ 35 മിനിറ്റ് കൊണ്ട് മംഗലാപുരത്ത് പോയി തിരിച്ചു വരേണ്ട ഒരു സമയക്രമമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ അത് ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെയും ജീവനക്കാർ വലിയ പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനനുസരിച്ചുള്ള സമയക്രമം ഇവിടെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ആവശ്യവും പ്രിയപ്പെട്ട DDFന്റെ INTC സഹപ്രവർത്തകർ മുന്നോട്ട് വെക്കുകയാണ്. ആ റൂട്ടിനകത്തുള്ള യാത്രാക്ലേശം പരിഹരിക്കാൻ ആവശ്യമായ കൂടുതൽ ബസ്സുകൾ, കൂടുതൽ ട്രിപ്പുകൾ തുടങ്ങണം എന്നുള്ള നിലപാടും ഇവിടെ നമ്മൾ മുന്നിൽപ്പോൾ അവരുടെ ഈ അക്കാഡമിക്ക് തുടങ്ങുമ്പോൾ ഇനി ആ 3000-ഓളം വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാൻ ആവശ്യമായ ബസ്സുകൾ ഇവിടെ നിരത്തിലില്ലെങ്കിൽ ആ ബസ് പാസ് എടുത്ത വിദ്യാർത്ഥികൾക്ക് പോലും യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാനും അതിനാവശ്യമായ മറ്റു യാത്രക്കാർക്ക് യാത്ര ചെയ്യാനും കൂടുതൽ ബസ്സുകൾ, കൂടുതൽ ട്രിപ്പുകൾ അനുവദിക്കാൻ ഏറ്റവും വരുമാനമുള്ള റൂട്ടുകൾക്ക് നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഇവിടെ പരിഷ്കാരങ്ങൾക്കെതിരെ INTCയുടെ TDFന്റെ നേതൃത്വത്തിലുള്ള ഒരു സൂചന തൊഴിലാളികളെയും അതുപോലെ തന്നെ ജനങ്ങളെയും ദ്രോഹിച്ചുകൊണ്ടുള്ള യാതൊരുവിധ കൂടിയാലോചനകളും ഒന്നുമില്ലാതെ ഏകപക്ഷീയമായി ഇതിന്റെ മാനേജ്മെന്റും KSRTCയുടെ മാനേജ്മെന്റും ഗവൺമെന്റും എടുക്കുന്ന ഈ തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായിട്ട് TDFന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടക്കുന്ന ഈ സത്യാഗ്രഹമാണ് ഇന്നിവിടെ കാസർഗോഡ് TDF യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, തൊഴിലാളികളുടെ ശമ്പളം പോലും നേരാവണ്ണം കൊടുക്കാതെ, അതുപോലെ തന്നെ ഇവിടെ നിന്ന് പിരിഞ്ഞുപോയ, എന്തിനേറെ പറയുന്നു, പിരിഞ്ഞുപോയ തൊഴിലാളികൾക്ക് പെൻഷനോ അതുപോലെ തന്നെ PF ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അവരുടെ സർവീസ് കാലഘട്ടത്തിൽ പിടിച്ചെടുക്കുകയും അതിനുശേഷം അത് 2 വർഷമായിട്ടും നേരാവണ്ണം കൊടുക്കാതെ പോകുന്ന ഒരു മാനേജ്മെന്റിനെതിരെ, അതുപോലെ തന്നെ ഇവിടുത്തെ റൂട്ടുകളൊക്കെ താറുമാറായിരിക്കുകയാണ്. 2000-ഓളം വിദ്യാർത്ഥികൾക്ക് ഈ കാസർഗോഡ് ഡിപ്പോയിൽ നിന്ന് തന്നെ പാസ് കൊടുത്തിട്ടുണ്ടെങ്കിലും അവരെയൊന്നും ബസ് സർവീസ് കൃത്യമായി നടത്താതെ, അതുപോലെ തന്നെ നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ പാസിന് വീണ്ടും അപേക്ഷിച്ചിരിക്കുന്ന കാലത്ത് അവരുടെ യാത്രാ നടത്തുന്നതിന് വേണ്ടുന്ന ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാതെ, അതുപോലെ തന്നെ ഈ കാസർഗോട്ടെ കേരളത്തിലെ മുഴുവൻ ആളുകളും കൂടുതൽ ഒട്ടുമിക്ക ആളുകളും ആശ്രയിക്കുന്നത് KSRTCയാണ്. അതോടൊപ്പം KSRTCയുടെ കടകട ഭാരങ്ങൾ ഏറ്റെടുക്കുമെന്നും അതുപോലെ തന്നെ ഇവരുടെ ഈ സർക്കാരിന്റെയും മുന്നണിയുടെയും ഇടപെടലുകളും അതിനെ തുടർന്ന് തൊഴിലാളികളും അതുപോലെ തന്നെ പൊതുസമൂഹവും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അന്ന് 17ഓടുകൂടി അന്ന് വരെ ഉണ്ടായിരുന്ന മൾട്ടിപ്പിൾ ടോളിംഗ് സമ്പ്രദായമൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ട് അതിനൊക്കെ മാറ്റം വരുത്തി ഡ്യൂട്ടികളൊക്കെ 2 ഡ്യൂട്ടി ഉണ്ടായിരുന്നത് 1.5 ഡ്യൂട്ടിയും, 3 ഡ്യൂട്ടി ഉണ്ടായിരുന്നത് 2 ഡ്യൂട്ടിയും, 4 ഡ്യൂട്ടി ഉണ്ടായിരുന്നത് 3.5 ഡ്യൂട്ടിയും, 3 ഡ്യൂട്ടിയൊക്കെ വെട്ടിക്കുറച്ച് വീക്കിലി ഒക്കെ എടുത്തു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് TDFന്റെ നേതൃത്വത്തില് അതിനെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള സമീപനം നമ്മൾ സ്വീകരിച്ചു. അതിനെ നിയമപരമായി നേരിടാൻ തീരുമാനിക്കുകയും അങ്ങനെ ഈ വിഷയം നമ്മൾ കോടതിയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് കൊടുത്തു. 2018 അതിന് ഒരു സമാപ്തി എന്നോണം കോടതിയുടെ വിധി വന്നു. രാജ്യത്ത് നിലവിലുള്ള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് അനുസരിച്ച് KSRTCക്കകത്തെ ഡ്യൂട്ടികൾ ഭേദഗതി ചെയ്യണമെന്നുള്ള കോടതിയുടെ വിധി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ ഡ്യൂട്ടികളും 8 മണിക്കൂറെ നിജപ്പെടുത്തിക്കൊണ്ട് മാനേജ്മെന്റ് ഡ്യൂട്ടികൾ നിജപ്പെടുത്തിക്കൊണ്ട് ക്രമീകരിച്ച് പുറപ്പെടുവിക്കുന്നു. അത് പരാജയമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും അന്നത്തെ ആ പരിഷ്കാരം പിൻവലിക്കുകയും ചെയ്തു. പിന്നീട് അത് മാറ്റിവെച്ചു, പഴയ സമ്പ്രദായം പുനഃസ്ഥാപിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും
ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് വീണ്ടും വിഷയം ഇവർ സ്വീകരിക്കാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഏതാനും ചില യൂണിറ്റുകൾ നടപ്പിലാക്കി തൊഴിലാളികൾ വളരെ പ്രയാസത്തിലൂടെ നടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അന്നും ഈ സമ്പ്രദായം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ യൂണിറ്റ് സമ്പ്രദായം നടപ്പിലാക്കാവൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ വീണ്ടും കോടതിയെ സമീപിച്ചു. അങ്ങനെ കോടതിയുടെ ഇടപെടലുകളുണ്ടായി. മാനേജ്മെന്റ് നമ്മൾ ചർച്ചയ്ക്ക് വിളിച്ചു. ആ ചർച്ചയെ തുടർന്ന് ഈ പറയുന്ന 12 മണിക്കൂർ ബന്ധമുള്ള ഡ്യൂട്ടികൾ അടിസ്ഥാനത്തിൽ നിരന്തരമായിട്ട് നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ 1.5 ഡ്യൂട്ടികളായിട്ട് ക്രമീകരിച്ച് വന്നു. ആ 1.5 ഡ്യൂട്ടികളായിരുന്ന ആ ഡ്യൂട്ടികളാണ് ഇപ്പോൾ കാസർഗോഡ് യൂണിറ്റിനകത്ത് അത് സിംഗിൾ ഡ്യൂട്ടികളാക്കി ഒറ്റ ഡ്യൂട്ടികളാക്കി മാറ്റാൻ ശ്രമം നടത്തിയത് ഇവിടെ ചിലർ പ്രചരിപ്പിക്കുന്നത്. നമ്മൾ 1.5 ഡ്യൂട്ടിക്കെതിരായിട്ടല്ല കേസ് കൊടുത്തത്. 12 മണിക്കൂർ നടന്ന ഫ്രണ്ട് ഓവർ ഡ്യൂട്ടിക്കെതിരെ കേസ് കൊടുത്തതിന്റെ ഫലമായിട്ട് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ 12 മണിക്കൂർ ഡ്യൂട്ടികൾ 1.5 ഡ്യൂട്ടികളാക്കി കിട്ടിയത്. ഇവിടെ ഈ പറയുന്ന ഈ 12 മണിക്കൂർ ഡ്യൂട്ടിയെ അംഗീകരിച്ച ഒരു ട്രേഡ് യൂണിയനകത്തുണ്ട്. ആ യൂണിയനാണ് ആ 12 മണിക്കൂർ ചരിത്രം പരിശോധിച്ചാൽ അന്ന് മുതൽ ഇങ്ങോട്ട് നടന്ന ചർച്ചകളുടെ ചരിത്രം പരിശോധിച്ചാൽ കാര്യം മനസ്സിലാവും. പക്ഷെ അന്ന് ഇന്നും TDF ആകട്ടെ INTUC ആകട്ടെ തൊഴിലാളികളുടെ ജോലി സമയത്തിൽ വെള്ളം ചേർക്കാൻ ഞങ്ങൾ തയ്യാറെടുക്കാം. അന്ന് 2016, 18, 19 വരെയുള്ള കാലഘട്ടത്തിൽ 2 അംഗീകൃത യൂണിയനാണ് ഉണ്ടായിരുന്നെങ്കിൽ 2021 മൂന്നാമതൊരു കക്ഷിക്കൂടി അംഗീകാരം കിട്ടുകയും അവരും അതിന് ഒത്താശ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കോവിഡ് കാലം സ്വീകരിച്ചു. പക്ഷെ ഞങ്ങളതിൽ നിന്നില്ല. ഞങ്ങൾ അന്ന് ഇന്നും 8 മണിക്കൂർ എന്ന് പറയുന്ന തൊഴിലാളികളുടെ ലോകത്ത് തൊഴിലാളികളുടെ ആ ജോലി സമയം അതിന് വെള്ളം ചേർക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. ഞങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ഞങ്ങൾക്ക് ധൈര്യപൂർവ്വം ഈ വിഷയം ഉയർത്തിക്കൊണ്ട് സമരരംഗത്ത് വരാൻ ഞങ്ങൾക്ക് കഴിയുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികൾ എന്താ? ഇപ്പൊ ഈ അടുത്ത നാളില് വീണ്ടും ഡ്യൂട്ടി പരിഷ്കരണമായിട്ട് ഡ്യൂട്ടി പരിഷ്കരണത്തെ തൊഴിലാളിക്കറിയാം. തൊഴിലാളികളുടെ വിവരശേഷി കൂട്ടണം. ആരാണ് പറഞ്ഞത്? TDF ആണ് പറഞ്ഞത്? INTUC ആണ് പറഞ്ഞത്? അല്ലല്ലോ. ഇവിടെ മാനേജ്മെന്റും അംഗീകൃത ട്രേഡ് യൂണിയനുകളും 8 മണിക്കൂർ ഡ്യൂട്ടിയുള്ള സർവീസുകൾ ഇവിടെ ഉണ്ടാക്കി. ആരാണ് ഉണ്ടാക്കിയത്? ഇവിടെ TDF ആ കാര്യത്തിൽ യാതൊരു പങ്കുമില്ല. നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ പറയുന്ന 35 APK കുറവുള്ള ഒരു സർവീസ് പോലും കാസർഗോഡ് യൂണിറ്റിലില്ല. നേരത്തെ ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ചവരോട് പറഞ്ഞതുപോലെ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച വരുമാനം കിട്ടുന്ന യൂണിറ്റുകളൊന്നാണ് KSRTC കാസർഗോഡ് യൂണിറ്റ്. ഇവിടെ 40, 50 മുകളിലേക്കുള്ള വരുമാനം, കിലോമീറ്റർ 50 രൂപയ്ക്ക് മുകളിലേക്ക് വരുമാനം കിട്ടുന്ന സമയം ഞങ്ങൾ തന്നുകൊടുത്തു. ഞങ്ങൾ ആഭ്യന്തര കണ്ടിട്ട് പലതവണ നേരിട്ട് പറഞ്ഞു അതിന്റെ ആവശ്യമില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. ഇവിടുത്തെ അംഗീകൃത സംഘടനയായിട്ടുള്ള ഭരണാനുകൂല യൂണിയനായിട്ടുള്ള KSRTC GITയുടെ നേതൃത്വത്തിൽ മറ്റാരോടും ആലോചിക്കാതെ സ്വന്തമായിട്ടൊരു ഷെഡ്യൂൾ അവർ തയ്യാറാക്കി കൊടുത്തു. ആ ഷെഡ്യൂളിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് അത് അനുഭവിക്കേണ്ടി വരുന്നത് ജീവനക്കാർ മാത്രമല്ല, അതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നത് ഈ യാത്രക്കാരാണ്, ഈ നാട്ടുകാരാണ്. ഇന്നിപ്പോ നമ്മൾ റോഡിലേക്ക് പോയാല് ഞാനിപ്പോ രാവിലെ കാര്യങ്ങൾ പലകുറി മാറ്റി നിങ്ങൾ എല്ലാം പൊട്ടി പാളീസായി പരിഷ്കാരങ്ങൾ പലതും നടത്തി പരീക്ഷണങ്ങൾ നടത്തി നോക്കി INTUC സിന്ദാബാദ് സത്യാഗ്രഹ സമരം സിന്ദാബാദ് സത്യാഗ്രഹ നടപ്പിലാക്കാൻ
സമയത്ത് ഇപ്പണി ഇവിടെ നടക്കില്ല. ഇപ്പണി ഇവിടെ നടക്കില്ല. ബാംഗ്ലൂർ ഡ്യൂട്ടി പോകുമ്പോൾ കുണ്ടും കുഴിയും നിറഞ്ഞൊരു റോഡ് ലോക്കിൽപ്പെട്ട് വലയുന്നു. വെള്ളമില്ല, ഭക്ഷണമില്ല, വിശ്രമമാണ് തീരെയില്ല. ഡ്യൂട്ടിയെടുക്കും ജീവനക്കാരൻ രോഗികളായി മാറുന്നു. പല്ലിടിച്ചു കാട്ടുന്നവരെ ഒട്ടം കളിച്ചു നടക്കുന്നവരെ നിങ്ങളോടായി പറയട്ടെ നിങ്ങൾ ചെയ്യും തോന്നിയാസത്തിന് കയ്യും കെട്ടി നോക്കിയിരിക്കാം. ഇല്ല ഞങ്ങൾക്കാവില്ല തൊഴിലാളികളുടെ ഐക്യത്തെ മൂഢന്മാരുടെ സ്വർഗത്തെ പരാജയപ്പെട്ട പരിഷ്കാരം ഇടതന്മാരെ സോദരരെ നിങ്ങൾക്ക് വലുത് ഭരണമെങ്കിൽ നിങ്ങൾക്ക് വലുത് പാർട്ടിയെങ്കിൽ ഞങ്ങൾക്ക് വലുത് സ്ഥാപനമാണ്. ഞങ്ങൾക്ക് വലുത് ജോലിയും എല്ലുമുറിയെ പണിയെടുത്തിട്ടോ മാസവസാനമാകുമ്പോൾ പണമില്ലെന്ന് പറഞ്ഞു നടക്കാം. സിംഗിൾ റൂട്ടുകൾ അതിന് കലശം കിട്ടുന്നോ ഇല്ലോ എന്ന ഒരു ഇത് നോക്കാതെ യാത്രക്കാർ പെരുവഴിയിലും ഇവിടെ കൺസൾട്ട് കോഴ്സിലെ വിദ്യാർത്ഥികൾ അവരുടെ ബസ് സ്റ്റോപ്പിലും കാത്തു നിൽക്കേണ്ട അവസ്ഥ. സമയത്ത് ബസ്സില്ല. രാവിലെ പീക്ക് അവറിൽ ജനങ്ങൾ കൂടുതൽ സമയം യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ജനങ്ങൾ പാതി വഴിയിൽ ബസ് കാത്തിരിക്കുകയാണ്. ഈ 1 ജൂണിൽ നടപ്പിലാക്കി ഏകദേശം ഒരു 10 ദിവസമായി കാസർഗോഡ് അസോസിയേഷന്റെ മൗനാട് ഭാഗത്തോടെ അവർ എഴുതിക്കൊടുത്ത പ്രകാരം കാസർഗോഡ് 10 സിംഗിൾ ഡ്യൂട്ടികൾ അനുവാദം നൽകുകയും അത് തുടങ്ങുകയും അതിനുശേഷം ഇവിടെ യാത്രക്കാർക്കറിയാം ചന്ദ്രഗിരി ഭാഗത്തുള്ള അതുപോലെ മറ്റ് യാത്രക്കാർക്കെല്ലാം അറിയാം ഇവിടുത്തെ ബസ്സിന്റെ പ്രയാസങ്ങൾ. ഈ നടപ്പിലാക്കിയ ശേഷം യാത്രാ ദുരിതം വിലക്കിലായി.
എല്ലാവർക്കും നമസ്കാരം. സംഗീത ഉപകരണങ്ങളോടെ അകമ്പടികളില്ലാതെ ഒരു ഗാനത്തിൻ്റെ സ്വരങ്ങൾ ശബ്ദവിജികൾ കൊണ്ടും താളം കൈകൾ കൊട്ടിയും മറ്റും ഒരു ഗാനം അതിൻ്റെ പൂർണ്ണതയിൽ ആക്കുവാൻ സംഗീത ഉപകരണങ്ങളില്ലാതെ ചിട്ടപ്പെടുത്തി മനോഹരമായ ഒരു ഹാർമണി സൃഷ്ടിച്ചുകൊണ്ട് ആലപിക്കുന്ന രീതിയാണ് അക്കപ്പല്ല. ഈ രീതിയിൽ ഇറ്റാലിയിലാണ് ആദ്യമായി ഒരു ഗാനം ചിട്ടപ്പെടുത്തി ആലപിച്ചത്. കോട്ടയം ജില്ലാ പോലീസിൽ ജോലി ചെയ്യുന്ന സംഗീത സംവിധായകനും ഗായകനുമായ സബ് ഇൻസ്പെക്ടർ ജോയ് PA വരികൾ എഴുതി സംഗീതം നൽകി കോട്ടയം ജില്ലാ പോലീസിലെ സേനാംഗങ്ങൾ ആലപിച്ച് മനോഹരമായ സംഗീതത്തിലെ ഒരു വ്യത്യസ്തമായ ഈ രീതി നിങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുന്നു. വെയിലിലും മഴയിലും എല്ലാ പ്രതിസന്ധികളിലും പരിഭവമോ പരാതികളോ ഇല്ലാതെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷകരായി കാവൽ നിൽക്കുന്ന കേരള പോലീസിലെ എല്ലാ സേനാംഗങ്ങൾക്കും ഇത് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ജോലി ചെയ്യുന്ന കേരള പോലീസിലെ എല്ലാ സേനാംഗങ്ങൾക്കുമായി ഈ സംഗീത ശില്പം സമർപ്പിക്കുന്നു. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുദിനമായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുദിനമായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. സ്നേഹഗീതം ഗീതം ഗീതം. പദനി 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 സവാരി നിസ നിസ നിസ. പരിഭവമൊന്നും ഇല്ലാതെ ഞങ്ങൾ നീരിന്റെ നിറവിൽ നിൽക്കൂ. പരിസരമൊന്നും നോക്കാതെ ഞങ്ങൾ കാവലായി കരുതലായി നിൽക്കൂ. വേദനകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ പരിമിതികൾ ഉണ്ടെങ്കിലും ഞങ്ങൾ മൃദുഭാവേ ദൃഢകൃത്യേ മൃദുഭാവേ ദൃഢകൃത്യേ നിയമത്തിൻ കാവലിനായി ജീവിപ്പൂ നിയമത്തിൻ കാവലിനായി ജീവിപ്പൂ. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുനിനവായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുദിനമായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. സ്നേഹഗീതം ഗീതം ഗീതം.
Lettigo Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55 488 910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com. ഈ ക്ലാസ് മുറികൾ ഇനി സജീവമാവുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിൻ്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിൻ്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112 വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്.